ഹലോ ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. ഇതിനു മുമ്പ് ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ നമുക്കത് എങ്ങനെ അത് മിക്സ് ചെയ്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ടൈറ്റിലിൽ കണ്ട പോലെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർഗറാണ്, പപ്പഡ് ബർഗർ. ഓക്കെ, വിത്ത് ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഒരു ഒരു ചിക്കൻ ഹണി ബേക്ക് ഹാം ഉണ്ട്. ഞാനിത് ഹാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു സാധാരണ പപ്പടം ഉണ്ട്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ കൊറിയൻഡർ ലീവ്സ് ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പടം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ സാധാരണ എണ്ണയിലിട്ടത് ഞാൻ വറുത്തെടുക്കും. ഇത് ഞാൻ എയർ ഫ്രയർ ചെയ്യും. ഒരു 4 to 5 ഹാംസ് ഞാൻ എടുക്കും. എന്നിട്ട് ഇത് നമുക്ക് ചെറിയൊരു പീസാക്കിയിട്ട് ലെറ്റ്യൂസ് ഉണ്ട്, കൊറിയൻഡർ ലീവ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ സ്മോൾ പീസാക്കിയിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് പപ്പടം വറുത്ത് ഹാം ബേക്ക് ചെയ്ത് നമുക്ക് ഞാൻ 4 ഹാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഫ്രൈ വെച്ചിട്ട് ഇനിയിപ്പം നമുക്കതൊന്ന് ജസ്റ്റ് അത് ഹീറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു 200-ൽ വെച്ചിട്ട് ഒരു ഐ തിങ്ക് ഇറ്റ് വിൽ കം ഒരു 10-12 മിനിറ്റ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഹാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഐ തിങ്ക് ഇസ് ഗുഡ്. സോ നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ നമുക്ക് ആക്കി വെക്കാം. അപ്പം നമ്മളിത് പപ്പടം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹാം എല്ലാം ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒനിയൻസ് ഉണ്ട്, പിന്നെ ലെറ്റ്യൂസ്, ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ സോസും കൂടി എടുത്തു, നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്ലേവർ പോലെ. ഞാനിതൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, റെഡ് പ്ലേറ്റ്. പിന്നെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പപ്പടം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ലെറ്റ്യൂസ് നമ്മൾ എടുക്കുക. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ വെക്കുക. Then you take one hand here or another hand here. Okay, then കുറച്ച് ഒനിയൻ നമുക്ക് എടുത്ത് ഇതിൻ്റെ മുകളിലിടാം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് സോസ് നമുക്ക് ആവശ്യത്തിന് മതി. ഓക്കെ, ഒരു കുറച്ച് സോസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പപ്പടം എടുക്കുക. ഓക്കെ, ഇത് രണ്ടാമത്തെ ലെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലെറ്റ്യൂസ് വെക്കുക, ഒരു ലെയറിങ് പോലെ ചെയ്യുക. എന്നിട്ട് ഒരു ഹാം വെക്കുക. നമുക്ക് 2 ഹാം വെക്കാം. എന്നിട്ട് കുറച്ച് അനിയൻസ് ഇടുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സോസ് വേണ്ട. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത്തെ ലെയർ വെക്കുക. ഓക്കെ, ഇവിടെ നമ്മളൊരു ലെറ്റ്യൂസ്, ഇതൊരു ആവശ്യത്തിന് ഒരു ലെറ്റ്യൂസാണ് വെച്ചാൽ മതി. പിന്നെ ഇതൊരു ഹാം, നമ്മൾ ബാക്കിയുള്ള ഹാം വെക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കുറച്ച് ഒനിയനും കൂടെ നമ്മൾ ഇടുക. എന്നിട്ട് ഈ കൊറിയൻഡർ ലീവ്സ് നമ്മൾ മേളിൽ അവസാനത്തെ ലെയറിൽ നമ്മൾ ഇച്ചിരി ഫെദർ ടച്ച് പോലെ നമ്മൾ കുറച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പപ്പടം കൂടെ എടുക്കുക. നമ്മൾ അത് അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുക. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെയറിൽ നമുക്ക് കുറച്ച് സോസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ആവശ്യത്തിന് നമ്മളൊരു കുറച്ച് സോസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ അടച്ച് നമ്മൾ വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഇതിപ്പോൾ നമുക്കൊരു ലെയറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1, 2, 3, 4 പപ്പടം എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് സാധാരണ ബർഗർ കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇനിയിപ്പം ഇതിങ്ങനെ എടുക്കുക. നമ്മുടെ ഇതിൻ്റെയൊക്കെ ലെയേഴ്സൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, ആ സോസ് നമ്മൾ ഒഴിച്ചുകൊണ്ട്
പിന്നെ ഹാമിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്. Super. You should try this. I'm not kidding. It's super good. See the layer, how it is. നമ്മളെല്ലാം പപ്പടം ഉണ്ട്, എല്ലാ ലേയേഴ്സും കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, yeah, it's really good. Everyone should try this. You can try with chicken or you can put anything. It's very tasty. Okay. എല്ലാവരും ഈ പപ്പട ബർഗർ ഒന്ന് ട്രൈ ചെയ്യണം. പപ്പട ചിക്കൻ ബർഗർ ട്രൈ ചെയ്യണം. ഇതുപോലെ ഇതുണ്ട്. ഇപ്പം നമ്മളിത് ഇതെല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെനു ആണ്. നമുക്കിതിങ്ങനെ നല്ല ലേയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കണ്ട് അത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളിങ്ങനത്തെ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ഒരു വീഡിയോ വരാനിരിക്കുന്നുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഞാൻ എൻ്റെ ഡേറ്റ നോക്കിക്കഴിഞ്ഞപ്പം 63% കാണിക്കുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സാണ് കാണിക്കുന്നത്. പക്ഷേ വീഡിയോ ആൾക്കാർ ഒത്തിരി കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമ്മൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റി പരീക്ഷണങ്ങളായിട്ട് വരും. ഇങ്ങനത്തെ ഒരു ഡിഷ് ഇതിനു മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റിലായിട്ട് ഷെയർ ചെയ്യണം. നല്ലതായിരിക്കും. അത് നമുക്ക് ഒരു കൂടെ ആയിരിക്കും. അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. യു ഷുഡ് ട്രൈ ദിസ് അറ്റ് യുവർ ഹോം ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് ടു യുവർ കിഡ്സ് ആസ് വെൽ. So now I am going to finish this burger. Hope you like it and see you soon on next video. Okay, bye.